ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +1 ക്ലാസ്സിലെ 3rd യൂണിറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ആനന്ദ് കി ഫുൽച്ചടിയാം. ഫുൽച്ചടിയാം പൂത്തിരികൾ, സന്തോഷത്തിൻ്റെ പൂത്തിരികൾ. അനന്ത് ഗോപാൽ ശേവടെയാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ നിബന്ധമാണ് പാഠഭാഗം. ഈ പാഠത്തിൽ നിന്ന് കോൺവെർസേഷനും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ് ചോദിക്കുന്നത്. നോക്കിയ പാഠഭാഗം. ഏക ബോഡ ആദ്മി ജിസ്കെ ബാൽ സഫേദ് ഹോ ഗേ ധേ. ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ബാൽ വെച്ച മുടി സഫേദ് വെളുത്തതായിരുന്നു. അതായത് പ്രായാധിക്യം ചെന്ന ഒരു വ്യക്തി ആയിരുന്നു. സെമീൻ ഖോദ് രഹാദ, അദ്ദേഹം തറ കുഴിച്ചു കൊണ്ടിരുന്നു. ഏക് നൗജവാനെ ജോ വഹാം സെ ഗുസർ രഹാദ, ഒരു ചെറുപ്പക്കാരനായ വ്യക്തി ആ വഴി എന്ത് ചെയ്തു? ഗുസാറിന കടന്നു വന്നുകൊണ്ടിരുന്നു. ഉസേ ബുജുർഗ് കോ പരിശ്രമം കർത്തെ ദേക്ക് പൂച്ച, ആ പ്രായം ചെന്ന വ്യക്തിയുടെ പരിശ്രമം കണ്ട് അദ്ദേഹം ചോദിച്ചു, ബാബ യഹ് ക്യാ കർ രഹേ ഹോ, ബാബ ഇതെന്താണ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്? ആം കി ഗുഡലിയാം ബോർ രഹി ഹേ, ആം കി ഗുഡലിയാം എന്നുള്ള വൺവേഡാണ്. അത് നടുകയാണ്, അതായത് മാവിൻ്റെ ബീജവിത്ത് നടുകയാണ് എന്ന് ആ വൃദ്ധനായിട്ടുള്ള ആള് പറഞ്ഞു. ഈ സുമ്രമേ, ഈ പ്രായത്തിലും, ഇസ്കെ ഫൽ കബ് ഖാവോഗേ ബാബ, ഇതിൻ്റെ ഫലം എപ്പോഴാണ് കഴിക്കുന്നത് ബാബ? അപ്പോഴേക്കും നിങ്ങൾ മരിച്ചു പോവല്ലോ എന്നാണ് നൗജവാൻ ഉദ്ദേശിച്ചത്. മേ ഫൽ നഹീം കാ സക്ത തോ ക്യാ ഹുവാ ബേട്ട, ഇതിൻ്റെ ഫലം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്താണ് ബേട്ട? തും തോ കാ സഗോഗേ, നിനക്ക് കഴിക്കാമല്ലോ എന്ന്. ഇതിൻ്റെ ഫലം നിനക്കെങ്കിലും കഴിക്കാൻ പറ്റുമല്ലോ. ഓക്കെ. മേരെ തുമാരെ നാത്തി പോത്തെ തോ ഖായെങ്കെ, എൻ്റെയും നിങ്ങളുടെയും പേരക്കിടാങ്ങൾക്കും കഴിക്കാൻ പറ്റുമല്ലോ. ദേഖോ, നോക്കിയേ. വഹ അമരായി മേരെ ദാദാനെ ലഗായി തീ തോ, ഈ കാണുന്ന മാവിൻ തോട്ടങ്ങൾ അമരായികൾ എൻ്റെ ദാദാ മുത്തശ്ശനാണ് ലഗായി എന്നുവെച്ചാൽ നട്ടത്. തോ ഉസ്കെ ഫൽ മേനെ ഖായെ, അതിൻ്റെ ഫലം ഞാനാണ് കഴിക്കുന്നത്. ഈ കാണുന്ന മാവിൻ തോട്ടങ്ങൾ എൻ്റെ മുത്തശ്ശനാണ് നട്ടത്, അതിൻ്റെ ഫലം ഞാനാണ് കഴിക്കുന്നത്. ഇസ്കെ ഫൽ മേരെ നാത്തി പോത്തെ ഖായെങ്കെ, ഇതിൻ്റെ ഫലം എൻ്റെ പേരക്കിടാങ്ങൾ കഴിക്കട്ടെ എന്ന്. നോക്കേ. ഹമാരെ പൂർവജോങ്കി ഇസേ മനോവൃത്തി കാ ഫൽ ജോ ഹം ജഗഹെ ജഗഹെ അമരായി ദേഖ്തേ ഹൈ, അമരായി മാവിൻ തോട്ടങ്ങൾ, ജഗഹെ സ്ഥലം, പൂർവജെ പൂർവികർ, നമ്മുടെ പൂർവികരുടെ ഈ ഒരു മനസ്സിൻ്റെ ഫലമായിട്ടാണ് ഓരോ സ്ഥലത്തും നമ്മൾ എന്ത് കാണുന്നത്? അമരായി മാവിൻ തോട്ടങ്ങൾ കാണുന്നത്. अपने स्वार्थी जीवन से ऊंचे उड़ाकर दूसरों को सुख और आनंद पहुँचने का यह कैसा सुंदर स्वभाव है. നമ്മുടെ സ്വന്തം സ്വാർത്ഥമതികൾ എന്ന് വെച്ചാൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവർ. ആ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന കാര്യത്തിൽ നിന്ന് ഊഞ്ചെ ഉടാക്കർ, ഉയർന്നിട്ട് മറ്റുള്ളവർക്ക് ദൂസരവും മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സന്തോഷവും സുഖവും നൽകുക എന്നത് കൈസ സുന്ദർ സ്വഭാവഹേ, എന്നത് എത്ര നല്ല സ്വഭാവം ആണ് അല്ലേ? മറ്റുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണ് സന്തോഷവും സുഖവും നൽകുക എന്നത് എത്ര നല്ല സ്വഭാവം ആണ്. നിസ്സന്ദേഹ ഉസേ ബൂട്ടേക്കാ ജീവൻ, നിസ്സംശയം നമുക്ക് പറയാം ആ ബൂട്ടയുടെ ജീവിതം, ആ വൃദ്ധൻ്റെ ജീവിതം ഏക പരമസ്വാതികെ ആനന്ദ് കി ദീപ്തി സേ ജഗമഗ ഉഡാ ഹോഗ അവർ, അതായത് ആ വൃദ്ധൻ്റെ ജീവിതം നിർമ്മലമായ ഒരു വിളക്കോടുകൂടി വെട്ടിത്തിളക്കമുള്ളത് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് നമുക്കെല്ലാവർക്കും അത് തന്നെ പറയാൻ സാധിക്കും. ആ വൃദ്ധനായ വ്യക്തിയുടെ ജീവിതം എന്താണ്? ഒരു വിളക്ക് പോലെ പ്രകാശിക്കുന്നത് ആയിരിക്കും. കാരണം ഇരുട്ടിനെ അകറ്റുന്നതാണ് വിളക്ക്. മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ നിന്നും എന്താ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അകറ്റി അവിടെ പ്രകാശം പരത്തുകയാണ് ആര് ചെയ്യുന്നത്? ആ വൃദ്ധനായിട്ടുള്ള വ്യക്തി ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ലൈൻ നോക്കിയേ. और इसका और उसकी मृत्यु बहुत शांत और कष्टहीन हुई होगी. അതുകൊണ്ട് ആ വൃദ്ധൻ്റെ മരണം എന്തായിരിക്കും? ശാന്തവും കഷ്ടഹീന വെച്ചാൽ കഷ്ടത ഇല്ലാത്തതും ആയിരിക്കും. हम लोग सफ़ी यदि इसे वृद्धि को हृदयंगम कर ले तो इसे दुनिया से अधिक आनंद की सृष्टि हो सकेगी. इसमें कोई शक नहीं. शक എന്ന് വെച്ചാൽ സംശയം എന്ന വാക്കാണ്. ജഗഹ സ്ഥലം എന്നൊക്കെ പഠിച്ച വാക്കാണ്. ഹൃദയംഗമ, ഹൃദയപൂർവം എന്നൊക്കെ. അഥവാ നമ്മൾ ഈ പ്രവൃത്തിയെ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ ഹൃദയപൂർവ്വം സ്വീകരിച്ചാൽ ഈ ദുനിയാവിൽ, ഈ ലോകത്തിലെ അധികവും സന്തോഷം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ഇസ്മേ, അതിൽ യാതൊരു ശകനച്ച സംശയവും ഇല്ല.
हमारा जीवन सच्चे सुख के प्रकाश से आलोकित हो उड़ेगा. നമ്മുടെ ജീവിതം എന്തായിരിക്കും? യഥാർത്ഥ സുഖത്തിൻ്റെ പ്രകാശം കൊണ്ട് ശോഭിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതം യഥാർത്ഥമായ സുഖത്തിൻ്റെ പ്രകാശം കൊണ്ട് ശോഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആ ഒരു സ്റ്റോറി തീർന്നത്. അടുത്ത സ്റ്റോറി നോക്കിയേ. ഏക വൃദ്ധ സംഭ്രാന്ത മഹിള റെയിൽ ഗാഡി സേ സഫർ കർ രഹി ഥി. ഒരു വൃദ്ധയായിട്ടുള്ള സംഭ്രാന്ത മഹിള, മനോവൈകല്യമുള്ള ഒരു സ്ത്രീ റെയിൽ ഗാഡി ട്രെയിനിലെ യാത്ര ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. वे खिड़की के पास से बैठकर बीच बीच में अपनी मुट्ठी से कुछ चीज़ें बाहर फेंकती जा रही थी. അവർ കിടക്കി എന്ന് വെച്ചാൽ ജനലിൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുട്ടി എന്ന് വെച്ചാൽ മുഷ്ടിയിൽ നിന്നും എന്തോ കുറച്ച് ചീസെ വസ്തുക്കൾ ബാഹറിലേക്ക് വെളിയിലേക്ക് എറിഞ്ഞുകൊണ്ടേ ഇരുന്നു. ഏക സഹയാത്രിനെ എന്ന് വെച്ചാൽ സഹയാത്രക്കാരൻ ജോ യഹ ദേഖ് രഹാ താ പൂച്ച യഹ ആപ് ക്യാ കർ രഹി ഹേ. ഒരു സഹയാത്രികൻ ഇത് കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്? ഉസ്സെ മഹിളാനെ ജവാബ് ദിയ. ആ മഹിള ഉത്തരം പറഞ്ഞു. ജവാബ് എന്ന് വെച്ചാൽ മറുപടി, ഉത്തരം പറഞ്ഞു. യേ സുന്ദർ ഫലോം ആറെ ഫൂലോം കാ ബീജ് ഹേ. ഇത് സുന്ദരമായ ഫലങ്ങളുടെയും പൂക്കളുടെയും ബീജ വിത്താണ്. മെയും ഇൻഹെ ഇസെ ഉമീദ് സെ ഫേങ്ക് രഹി ഹോം. അതായത് ഞാൻ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇത് എറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. कि इनमें से कुछ भी अगर जड़ पकड़े लगे तो ഇതിലേതെങ്കിലും ജഡ് പകടിന വേര് പിടിക്കുക ആണ് എങ്കിൽ, ഈ വിത്തിലെ ഏതെങ്കിലും വേര് പിടിച്ച് സസ്യമായാൽ ലോകം കാ ഇസസെ കുച്ച് ഫായദ ഹോഗ. ഫായദ പ്രയോജനം. ഇതുകൊണ്ട് ജനങ്ങൾക്ക് കുറച്ചെന്ത് കിട്ടും? ഫായദ പ്രയോജനം ഉണ്ടാകുമല്ലോ. എനിക്ക് കിട്ടിയില്ലെങ്കിലും ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകുമല്ലോ എന്ന്. പതാനായി അറിയില്ല. മെയ്സെ രാസ്തേസെ ഫിറെ ഗുസാരും യാന്ന ഗുസാരും. ഞാൻ ഈ രാസ്തയിൽ കൂടി വഴിയിലൂടെ വീണ്ടും ഗുസാര കടന്നു വരുമോ, ഇന്ന ഗുസാരും എന്ന് വെച്ചാൽ ഇല്ലയോ എന്നെനിക്ക് അറിയില്ല. ഈ രാസ്തയിലൂടെ, ഈ വഴിയിലൂടെ ഞാനിനിയും വരുമോ, അതായത് ഇല്ലയോ, കടന്നു വരുമോ ഇല്ലയോ എന്നെനിക്ക് അറിയില്ല. ഇസ്ലിയെ കാം ന മേം ഇസെ സന്ധിക്ക ഉപയോഗിക്കാറല്ലോ. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഈ അവസരം ഉപയോഗിച്ചുകൂടാ എന്നവർ ചോദിച്ചു. നോക്കിയേ. ആജുകൽ के ज़माने के रुपये और शिलंगवादी सारथी तहजीब के बावजूद दुनिया में ऐसे व्यक्ति है, इसलिए तो दुनिया रहने लायक बनी है. അതായത് ശിലങ്ക റുപ്പയ ആജുകൽ എന്ന് വെച്ചാൽ ഈയിടെയായി അല്ലേ. ആജുകൽ എന്ന് വെച്ചാൽ ഈയിടെയായി നമ്മുടെ ലോകത്തെ ഇന്നത്തെ കാലത്തെ പൈസയ്ക്കും ശിലങ്കവാദി ആർഭാടവും ഉള്ള സ്വാർത്ഥമതികളായ ആളുകളുടെ അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തിയാൽ ഈ ലോകം താമസിക്കാൻ ഉചിതം ലായക ആണ്. ഇങ്ങനെയുള്ള ആൾക്കാരെയാ പൈസയ്ക്കും ആർഭാടവുമുള്ള സ്വാർത്ഥമതികളായിട്ടുള്ള ആൾക്കാരുടെ ജീവിതം, അവരെ ഒന്ന് മാറ്റി നിർത്തിയാൽ നമ്മുടെ ഈ ലോകം താമസിക്കാൻ ഉചിതം ആകുന്നു. ഓക്കെ. भौतिकवाद और भोगविलास के हाय से परे रहने वाले निस्वार्थी और आदर्श प्रिय लोगों न होता तो हम कब के रसादल को पहुँच गए होते हैं. അതായത് ലൗകിക ജീവിതവും ആർഭാടമായ ജീവിതവും ഇല്ലാതെ ആ രസത്തിന് അപ്പുറത്തെ താമസിക്കുന്ന നിസ്വാർത്ഥികളും ആദർശപ്രിയരായിട്ടുള്ള ജനങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ എവിടെ എത്തിച്ചേരുമായിരുന്നു. എങ്ങനെയുള്ള ആൾക്കാരെന്നൊക്കെ ലൗകിക ജീവിതവും ആർഭാടമായ ജീവിതവും ഇല്ലാത്തവരായ, അതിനെയൊക്കെ ആ രസത്തിന് അപ്പുറത്ത് നിർത്തിക്കൊണ്ട് അല്ലേ, അപ്പുറത്ത് നിൽക്കുന്ന ആദർശപ്രിയരും പിന്നെന്തുവാ നിസ്വാർത്ഥികളുമായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു എങ്കിൽ നമ്മളുടെ ജീവിതം എവിടേക്ക് എത്തുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ ജീവിതം ഇത്രത്തോളം ഉയർച്ചയിലേക്ക് എത്തില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. कि ऐसा भी व्यक्ति है जो इसे ज़माने के अंधकार में भी आनंद की फुलचड़ियाँ से प्रकाश फैलाते रहते हैं. ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഈ കാലഘട്ടത്തിലെ അന്ധകാരത്തിൽ നിന്നും എന്നുവെച്ചാൽ ഇരുട്ടിലെ സന്തോഷത്തിൻ്റെ പൂത്തിരികൾ കൊണ്ട് പ്രകാശം പരത്തുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഈ ലോകത്തിലെ അന്ധകാരത്തിൽ, ഇരുട്ടിലെ സന്തോഷത്തിൻ്റെ പൂത്തിരികളുടെ പ്രകാശം പരത്തുകയും ചെയ്യുന്നത്. ജിനെ ദേഖ് കരെ ഹം മാനവജാതിക്ക് ഭവിഷ്യ പർ ശ്രദ്ധ और विश्वास कर सकते हैं. ഇവരെ നോക്കുമ്പോൾ നമ്മുടെ മാനവജാതിയുടെ ഭവിഷ്യ കാലഘട്ടത്തിലെ ഭക്തിയും വിശ്വാസവും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ മാനവജാതിയുടെ ഭവിഷ്യ കാലഘട്ടം ഭക്തിയും വിശ്വാസം ഉള്ളതാക്കി തീർക്കാൻ കഴിയുകയും ചെയ്യും.
എന്നങ്ങനെ രണ്ടാമത്തെ കോൺവെർസേഷൻ കഴിഞ്ഞു. അതിൻ്റെ 2 മാർക്കിൻ്റെ പാസേജും കഴിഞ്ഞു. ഓക്കെ, മൂന്നാമത്തെ സ്റ്റോറി നോക്കിയേ. अमेरिका के प्रेसिडेंट बेंजामिन फ्रैंकलिन के बारे में एक सुंदर बात सुनी जाती है. അമേരിക്കയിലെ പ്രസിഡൻ്റായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ പറ്റി, അദ്ദേഹത്തെ പറ്റി സുന്ദരമായ ഒരു കാര്യം കേട്ടു. ഉസ്കെ പാസ് ഏക് ഗരീബ് വിദ്യാർത്ഥി മദത് മാംഗനെ കെ ലിയെ ആയ. അദ്ദേഹത്തിൻ്റെ അരികിലെ ഒരു ഗരീബ് എന്ന് വെച്ചാൽ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി മദത് എന്ന് വെച്ചാൽ സഹായം മാംഗിന ആവശ്യപ്പെട്ട് ചെന്നു. സഹായം തേടി ഗരീബായ വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നു. ഉസേ ഉന്നോനെ $20 ദിയ. അദ്ദേഹം ആ കുട്ടിക്ക് $20 നൽകി. ആ $20 എന്നുള്ളത് വൺ വേർഡാണേ. ബോത്തോ യഹ് ചോട്ടി റൊക്കം ദേക്കർ ഫൂൽ ഗയ. ഒരു ചെറിയ റൊക്കം തുകയായതുകൊണ്ട് ഫ്രാങ്ക്ലിൻ അത് മറന്നു പോവുകയും ചെയ്തു. ലേക്കൻ വക വിദ്യാർത്ഥി ഇസേ ഉപകാർക്കോ നഫൂല. പക്ഷേ ആ വിദ്യാർത്ഥിയെ ആ ഒരു ഉപകാരം ഒരിക്കലും മറന്നില്ല. जब उसके दिन फिरे तब यह $20 लौटने के लिए ഫ്രാങ്ക്ലിൻ പാസ് ഗയ. ആ $20 ലൗട്ട്ന മടക്കി കൊടുക്കാൻ വേണ്ടി ആ വിദ്യാർത്ഥി ഫ്രാങ്ക്ലിൻ്റെ അരികിലേക്ക് വന്നു. ഫ്രാങ്ക്ലിനെ കഹ, അദ്ദേഹം പറഞ്ഞു, മുച്ചേ യാദ് തോ നഹി ഹേ, എനിക്ക് ഓർമ്മയില്ല. കെമേനെ എഹ് രൊക്കം ആപ്കോ കബദി, ഈ രൊക്കം, ഈ തുക ഞാൻ എപ്പോഴാണ് താങ്കൾക്ക് നൽകിയത് എന്നെനിക്ക് ഓർമ്മയില്ല. ലേക്കൻ കൈറെ ആ പീസേ അപ്പനെ ഹി പാസ് രഖിയെ, എന്നാൽ എങ്കിൽ താങ്കൾ ഈ പൈസ നിങ്ങളുടെ പാസിലേക്ക്, നിങ്ങളുടെ അരികിൽ വെച്ചാലും. और जब आपके पास है कोई ऐसे ही ज़रूरतमंद आए तो, നിങ്ങളുടെ അരികിലേക്ക് ഏതെങ്കിലും സെരൂരത്മന്ത് എന്ന് വെച്ചാൽ ആവശ്യക്കാരായ ആൾക്കാർ വരികയാണെങ്കിൽ, ഉസേ യഹ് ദേ ദീജിയെ, അവർക്കിത് നൽകിയാലും. ഉസേ വ്യക്തിനെ ഐസെ ഹി കിയ, ആ വ്യക്തി അങ്ങനെ തന്നെ ചെയ്തു. കഹ്തഹെ പറയുന്നു, ആജിഫി എന്നും വഹ റൊക്കം എന്നും ആ തുക അമേരിക്കമേ സെരൂരത്മന്ദോं के हाथों में घूम रही है. അമേരിക്കയിലെ സെരൂരത്മന്ത് എന്ന് വെച്ചാൽ ആവശ്യക്കാരുടെ കൈകളിൽ ഇപ്പോഴും ആ പൈസ എന്ത് ചെയ്യുന്നു, കൂമിന കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. കിത്തനി അച്ചി ബാത് ഹേ, എത്ര രസകരമായിട്ടുള്ള കാര്യമാണ് ഇത് എന്ന് പറയുന്നു. ശരിയാണ്, എത്ര രസകരമായ കാര്യമാണതല്ലേ. ഇപ്പോഴും ആ പൈസ ആവശ്യക്കാരുടെ കൈകൾ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. നെക്സ്റ്റ് പാര നോക്കിയേ. റുപ്പയ കമാന സബ്കെ ഹാത്ത് മേ ബാത്ത് നഹി ഹേ. റുപ്പയ കമാന, സമ്പാദിക്കുക, പൈസ സമ്പാദിക്കുക എന്നത് എല്ലാവരെയും കൊണ്ടും ഒക്കുന്ന കാര്യം അല്ലാതെ പറ്റുന്ന കാര്യമല്ല. ന ശിക്ഷാ പാക്കറെ ഡിഗ്രി ഹാസിൽ കർന സബ്കി പഹുഞ്ച് മേ ഹേ. എല്ലാവർക്കും ഡിഗ്രി നേടിയെടുക്കുക, ഹാസിൽ ഹോന നേടിയെടുക്കുക എന്നത് എല്ലാവർക്കും പറ്റുന്നതും അല്ല. ലേക്കൻ എന്നാൽ ഹം സബെ ചാഹേത്തോ, എന്നാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ് എങ്കിൽ, ആനന്ദ് ആർ സുഖിക്ക് രശ്മിയാം ബിഖറാക്കൾ. ആനന്ദം എന്ന് വെച്ചാൽ സന്തോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും രശ്മികൾ, കിരണങ്ങൾ. ബിഖറാക്കർ എന്ന് വെച്ചാൽ ബിഖേർക്കർ എന്ന് വെച്ചാൽ ചിതറുക, വിതറുകയാണെങ്കിൽ ഈ ദുനിയാക്കോ ദുഃഖക്കോ കുച്ച് ന കുച്ച് ഹൽക്ക സെരൂർ കർ സക്തേ. ഈ ലോകത്തിലെ ദുഃഖത്തെ കുറെയെങ്കിലും ഹൽക്ക, കുറച്ച് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ഓക്കെ, എല്ലാവർക്കും പൈസ നേടിയെടുക്കാനോ ഡിഗ്രി നേടാനോ കഴിയില്ല. എങ്കിൽ എല്ലാവർക്കും പറ്റുന്ന ഒന്നാണ് ആനന്ദവും സുഖം, അല്ലേ. ആ രശ്മികൾ, കിരണങ്ങളെ ഇവിടെ വിതറുകയാണെങ്കിൽ ഈ ലോകത്തിലെ ദുഃഖത്തിനെ കുറച്ചൊക്കെ കുറയ്ക്കുകയും തീർച്ചയായും ആ ദുഃഖത്തെ മറ്റുള്ളവരുടെ കുറേയൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. और जिन लोगों से हमारा संबंध है उनके जीवन में कुछ न कुछ प्रसन्नता तो जरूर ही ले सकते हैं. നമുക്ക് ഏത് വ്യക്തികളോടാണോ ബന്ധമുള്ളത് അവരുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ പ്രസന്നത, സന്തോഷം തീർച്ചയായും എത്തിക്കുവാൻ നമുക്ക് കഴിയും. ലഡായി, ഗരീബി, മഹങ്കായി और ഗുലാമി. ലഡായി യുദ്ധം, ഗരീബി ദാരിദ്ര്യം, മഹങ്കായി വിലക്കയറ്റം, ഗുലാമി അടിമത്തം. ഇവ ഹമാരെ ജീവൻ ദോ വൈസാഹി മുസീബത്ത് സേ ഭരാ പടാ ഹേ. ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ, പ്രയാസങ്ങൾ നിറയ്ക്കുകയും ചെയ്യുന്നു. മുസീബത്ത് എന്ന് വെച്ചാൽ പ്രയാസങ്ങൾ നിറയ്ക്കുന്ന ഒന്നാണ്. ഏതൊക്കെയാണ്? ലഡായി യുദ്ധം, ദാരിദ്ര്യം, വിലക്കയറ്റം, പിന്നെ അടിമത്തം എന്നിവ. ഫിർഫി എന്നിട്ടും ഹം ഉസ്മേം कुछ सुख और आह्लाद फैलाकर जिंदगी को लड़ाई को सहने लाएंगे और जीवन को जीने लाएंगे तो बन ही सकते हैं. എങ്കിലും നമുക്ക് പറ്റും. എന്താണെന്നൊക്കെ ഹം ഉസ്മേ, നമ്മൾ അവരിലെ കുറച്ച് സുഖവും ആഹ്ലാദവും ഫൈലാക്കർ പരത്തുകയാണെങ്കിൽ സിന്ദഗിക്ക് ലഡായി. സിന്ദഗി എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ആ സമരത, ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ കഷ്ടപ്പാടുകളെ സഹിക്കാൻ അവർ ഉചിതമായി തീരുകയും അവരുടെ ജീവിതം ജീവിക്കാൻ ഉചിതമാക്കി തീർക്കാൻ കഴിയുകയും ചെയ്യും. ബർഷദെ
അഹം വസ്ക സര ഖ്യാൽ ദഗെ. നമ്മൾ കുറച്ചൊക്കെ അവരെക്കുറിച്ച് ഖ്യാൽ കൊടുത്താൽ മതി, ശ്രദ്ധ ചെലുത്തിയാൽ മതി. നമ്മൾ കുറേയൊക്കെ അവരിലേക്ക് ശ്രദ്ധ ചെലുത്തുക. അവരെ കാം ബിൽക്കുലെ മുഷ്കിൽ നഹിഹേ. ആ ഒരു കാം എന്ന് വെച്ചാൽ പ്രവൃത്തി ബിൽക്കുൽ തികച്ചും മുഷ്കിൽ നഹിഹേ പ്രയാസം ഇല്ലാത്തത് ആണ്. ഹം സിർഫേ സര ധ്യാൻ ദേനക്ക് സരുരുത്ത് ഹേ. ഹം സിർഫ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മാത്രം അതിനുവേണ്ടി ശ്രദ്ധ ചെലുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അവർ സ്കാൻ നദീജ അതിൻ്റെ ഫലം, സ്കാൻ നദീജ അതിൻ്റെ ഫലം കിട്ടും. അതായത് നമ്മൾ കുറേയൊക്കെ അതിലേക്ക് ശ്രദ്ധ ചെലുത്തുക, അപ്പോൾ അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും. വഹത്തോഹം ഫൈറാൻ ദേക്ക് സഗേക. അത് നമുക്ക് വേഗത്തിൽ കണ്ടെത്തുവാനും കഴിയും. ഫൈറാൻ എന്ന് വെച്ചാൽ വേഗം. അഗർ ജാദു കി തരഹെ അസർ ന ഹുവാ തോ ഫിർ കഹേ. ജാദു മാജിക്ക്, അത് ഒരു മാജിക്ക് പോലെ അതെന്ത് ചെയ്യും പെട്ടെന്ന്, അല്ലെങ്കിൽ അതിന് ഒരു ജാദു എന്ന അസർ രീതിയിലെ സ്വാധീനം ചെലുത്തി ഇല്ലെങ്കിൽ പറഞ്ഞാലും എന്നാണ്. അതൊരു മാജിക്ക് പോലെ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് സ്വാധീനം ചെലുത്തിയില്ലെങ്കിൽ പറഞ്ഞാലും എന്ന് അനന്ത് ഗോപാൽ ശേവയുടെ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണേ.